പള്ളിപ്പുറം നിയോജക മണ്ഡലം. അവിടെ നമ്മുടെ ആര് തന്നാലും ജയിക്കും. അത് നമ്മുടെ ഷുവർ സീറ്റാ. അവിടെ നമുക്ക് ഋതുമോളെ ഒന്ന് നിർത്തി മത്സരിപ്പിച്ചാലോ? ചേച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാ. പക്ഷേ പാർട്ടിക്കാർക്ക് അങ്ങനെയല്ല. ചേച്ചിയുടെ ശുദ്ധ മനസ്സാണ്. പാർട്ടി മര്യാദകൾ അറിയാത്തതുകൊണ്ട് ചേച്ചി അനവസരത്തിൽ കയറി അഭിപ്രായം പറയും. അത് അരോചകമായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അതിന് നിക്ക്, ഞാൻ പറയുന്ന ചേച്ചി ഒന്ന് കേക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ കേസിൽ കുറ്റം ഞാൻ ഏറ്റെങ്കിലും അഴിമതി നടത്തിയത് ചേച്ചിയാണെന്ന് നാട്ടുകാർക്കും അതിനേക്കാളേറെ പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ച ആ ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. അഴിമതിക്കാരി എന്നുള്ളൊരു ഇമേജാ ഇപ്പൊ ചേച്ചിക്കുള്ളത്. അതുകൊണ്ട് ചേച്ചിയുടെ ഈ ഇമേജൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ചേച്ചി ഈ പാർട്ടി പരിപാടിയിൽ നിന്നും കുറച്ച് അകലം പാലിക്കണം. പല പ്രതിസന്ധികളിലൂടെയാ ഈ പ്രസ്ഥാനം ഇപ്പൊ കടന്നു പോകുന്നത്. ഒന്ന് കരകയറട്ടെ. അതുവരെ പ്ലീസ് ചേച്ചി ഒന്ന് മാറി നിൽക്കണം. ഇതൊരു മകൻ പറയുന്ന വാക്കായി ചേച്ചി കരുതണം. എന്താടാ? ഒന്നുമില്ല. പിന്നെന്താ ഒരു അളിഞ്ഞ ചിരി? അങ്ങനൊരു ചിരിയുണ്ടോ? ഞാൻ ചിരിച്ചതേ ചേച്ചിയുടെ ഈ വിളറിയ മുഖം കണ്ടോണ്ട്. പച്ചമഞ്ഞൾ കടിച്ചതുപോലെ. എന്താടാ കളിയാക്ക? ഏയ്, ഞാൻ കളിയാക്കിയെന്നു? ഏയ്, വിളിക്കാത്തടത്ത് ഉണ്ണാൻ ചെല്ലുമ്പോ ആദ്യം ഓർക്കണം നാണം കെടുവന്നു. നിന്നെ ഞാൻ വാമേ, അങ്ങനെ എന്തും പറയട്ടെ. കിട്ടിയ നാണക്കേടുമായിട്ട് തൽക്കാലം ഇവിടുന്ന് മാറാം. വാ വാ. എതിരാളികളുടെ നേതാവ് അനന്തപിള്ളയാ. അതുകൊണ്ട് എന്ത് വൃത്തികെട്ട പണിയും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും വ്യക്തിപരമായി അപമാനിക്കാൻ വരെ ശ്രമിക്കും. പക്ഷേ നമ്മൾ അതിലൊന്നിലും പതറിപ്പോകരുത്. അവരെന്ത് കാണിച്ചാലും ബാലിശമായ രീതിയിൽ നമ്മൾ അതേ നാണയത്തിൽ മറുപടി കൊടുക്കരുത്. നമ്മൾ നമ്മുടേതായ ശൈലി സ്വീകരിച്ചാൽ മതി. അതെ, പാർട്ടി അണികളുടെ വോട്ടുകൾ നമുക്ക് തന്നെ കിട്ടും. നിഷ്പക്ഷമതികളായ ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെയുണ്ട്. അവരാണ് അതാത് കാലത്തെ ഗവൺമെന്റിനെ തീരുമാനിക്കുന്നത്. വാ മക്കളെ, ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. വീട്ടിൽ പോയിരുന്നു അല്ലേ? അതെ. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ ഒരു ദിവസം അവിടെ. അങ്ങനെ ആയിരിക്കുമല്ലോ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെയൊന്നുമില്ല. വാ ഇരിക്കെ. ഏയ് കുഴപ്പമില്ല, ഞാൻ ഇരിക്കുന്നില്ല, രാജു ഇരിക്കും. ഞാനും ഇരിക്കുന്നില്ല. ഇത് ലീഡേഴ്സിന്റെ ഡിസ്കഷൻ അല്ലേ? ഞാൻ അണിയറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അണികളിൽ ഒരാൾ മാത്ര. അട്ടഹാസോ കേട്ടില്ലേ? കേട്ടു. എന്തായാലും നമ്മുടെ വിക്കറ്റ് തെറിച്ചു അല്ലേടാ? ഗ്രൗണ്ടിലേ കയറ്റിയില്ല. ഗ്രൗണ്ടിന് പുറത്തിരുന്ന് എങ്ങനെ വിക്കറ്റ് എറിക്കും? അങ്ങനെ അണിയറയിൽ നിന്നാൽ മാത്രം പോരാ, രണ്ടുപേരും അകത്തേക്ക് വരണം. ആദ്യം ഇരിക്കേ. ഏയ് വേണ്ടങ്ങൾ. ഇരിക്കുമോളെ. ഇരിക്കരുതോ? വാ ഇരിക്ക. ഈ പ്രസ്ഥാനം ഇപ്പൊ ഇങ്ങനെ ജീവൻ വെച്ചത് മോളൊരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. നീ ഇരിക്കുമോളെ. ബഹുമാനമൊക്കെ ഓക്കെ, പക്ഷെ എപ്പോഴും അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണമെന്നില്ല. ഇനി നിന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും അവൾ ഇരിക്കാത്തത്. അവളോട് ഇരിക്കാൻ പറടാ. അയ്യോ, എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല. ഇതെന്താടാ, ഹാസ്യകലാ പരിപാടിയോ അതോ പാർട്ടി ഡിസ്കഷനോ? എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, നമ്മളെന്തിനാ അവന്മാരെ വായി നോക്കി ഇങ്ങനെ നിൽക്കുന്നേ? എടാ, കാര്യം എന്താണെന്ന് അറിയാലോ. ഓർമ്മ സാറേ, രാജുവിന്റെ അണിയറ ശില്പിയായ അണികളിൽ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഋതുമോൾ എന്താ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്? ഒരു വെളിപ്പാടകലെ.
ഒത്തിരി കാര്യങ്ങളിൽ ഋതുമോളുടെ അഡ്വൈസ് ആവശ്യമുണ്ട്. അതിൽ ഞങ്ങൾക്കാർക്കും ഒരു ഈഗോയും ഇല്ല. പെരുന്തച്ചൻ കോംപ്ലക്സ് ഉള്ളവരൊന്നും അല്ലേ ഞങ്ങള്. അതെ, ആരുടെ ബുദ്ധിയും സർഗശേഷിയും നമ്മൾ സംഭാവനയും സ്വീകരിക്കും. ടിക്കറ്റ് ഇല്ലാതെ കയറിയ കാണികളെ പോലെ നമ്മൾ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിക്കടാ, നമുക്കേ VIP പാസ് ഉണ്ടെന്ന് കരുതിയാ മതി. ആ, പള്ളിപ്പുറം നിയോജകമണ്ഡലം, അവിടെ നമ്മുടെ ആര് തന്നാലും ജയിക്കും. അത് നമ്മുടെ ഷുവർ സീറ്റാ. അവിടെ നമുക്ക് ഋതുമോളെ ഒന്ന് നിർത്തി മത്സരിപ്പിച്ചാലോ? അയ്യോ, ഞാനില്ല. അതെന്താ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാനില്ല അങ്കിള്. അങ്ങനെ പറയരുത്. വർമ്മ സാർ എന്താ ഒന്നും ഇണ്ടാത്തത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഇവളല്ലേ സദാശിവൻ സാറേ. എനിക്കിവൾ മത്സരിക്കുന്നതിൽ അഭിമാനവും സന്തോഷമേ ഉള്ളൂ. പക്ഷേ തീരുമാനം അവളുടേതല്ലേ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റിയില് ഞാനും ഉണ്ടാവും, ഒന്നാം നിരയിൽ തന്നെ. ഈ മുന്നണിയെ നമ്മൾ വിജയിപ്പിക്കും. ഈ മുന്നണി അധികാരത്തിലും കയറും. പക്ഷേ മത്സരിക്കാൻ ഞാനില്ല. എന്നെ ആരും നിർബന്ധിക്കരുത് പ്ലീസ്. ഇവനിട്ട് ബോംബ് വയ്ക്കാൻ നോക്കിയ ആ സമയത്തെ ആ ആനന്ദം പിള്ളക്കിട്ട് ബോംബ് വെച്ചാൽ മതിയായിരുന്നു. ആ ബോംബെങ്കിലേ ആനന്ദൻ ചിതറി തെറിക്കുമായിരുന്നു. അവനെ കൊന്ന കുറ്റത്തിന് ഇവൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ജയിലിലും ആയനെ. ഇടയ്ക്കിടയ്ക്ക് ഇവനെ ജയിലിൽ പോയി കാണുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ആ, അതെ, അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ ഗതി വരില്ലായിരുന്നു. ആ, പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. നീ വാ. താനെന്തോ വായിലിട്ട് ഉരുട്ടുന്നുണ്ടല്ലോ. പറയാനുള്ളത് വായെടുത്ത് പറയടോ പൊടിയാടി. ഞാനിത് പറയുമ്പോ സാറ് പൊട്ടിത്തെറിക്കരുത്. പൊട്ടിത്തെറിക്കാൻ ഞാനെന്തോന്ന് പന്നിപ്പടക്കാണോ? ഇതും ഒരു വൻ പൊട്ടിത്തെറിയാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. സമയം കളയാതെ പറഞ്ഞു തൊലക്കണോ. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് സംഗതി ഒരു അല്പ സീരിയസ് ആണ്.